എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പൗരുഷനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. പിന്നെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ ഇന്നത്തെ നമ്മുടെ ശ്രദ്ധ പതിയട്ടെ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. കർത്താവെ, അങ്ങ് പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറവീൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിൽ ഇരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈതാലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. ഇസ്രായേൽ മക്കളുടെ ഒഴിവാക്കാൻ പാടില്ലാത്ത അനിഷേധ്യമായ ഉത്സവങ്ങളിൽ ഒന്നാമത്തേതാണ് പെസഹ പെരുന്നാൾ. ഈജിപ്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഓർമ്മ പെരുന്നാളാണ് അത്. അതേ തുടർന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പിന്നീട് ആദ്യ ഫലക്കറ്റയുടെ നീരാജന പെരുന്നാൾ. ഇങ്ങനെ പോകുന്നു അവരുടെ പെരുന്നാളുകൾ. അതിൽ പെസഹായുടെ ഡേറ്റ് വരുമ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരായതിനാലും യേശു ഒരു യഹൂദ വംശത്തിലൂടെ ജനിച്ചവനായതിനാലും അവർ കർത്താവിനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഗുരു, നമുക്ക് പെസഹ കഴിക്കണ്ടേ? കർത്താവ് പറഞ്ഞു, കഴിക്കാം. ദേവാലയത്തിൽ പോവുകയും പരിച്ഛേദന ഏൽക്കുകയും അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തതിൽ കർത്താവ് അന്നുവരെയും കൃത്യതയുള്ളവനായി. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ കർത്താവ് അവിടെയും മുന്നമേ നമ്മൾ ആ കഴുതി അഴിച്ചു വിട്ടു എന്ന് പറയുന്നത് പോലെ ഒരു പ്രൊഫറ്റിക്കലായിട്ട് പറയുകയാണ്, ഇന്നയാളോട് പറ, അവൻ എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കും. മറ്റ് സുവിശേഷകന്മാർ പറയുന്നത് അവൻ വിരിച്ചൊരുക്കിയൊരു വൻ മാളിക കാണിച്ചു തരുമെന്നാണ്. അപ്പം അവനെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, നീ പോയാൽ മതി എന്നാണ്. അപ്പം അങ്ങനെ കർത്താവ് അവിടെ ചെന്നു. ഇതിനോട് ചേർന്നാണ് പുതിയ നിയമത്തിൽ നമ്മൾ ചെയ്തു വരുന്ന തിരുമേശ ശുശ്രൂഷ ആരംഭിക്കുന്നു. കർത്തൃമേശ, തിരുവത്താഴം എന്നീ പേരുകളിലും അതറിയപ്പെടുന്നു. അത് നമുക്ക് അടുത്ത ദിവസം ധ്യാനിക്കാം. എന്നാലും ചുരുക്കി പറയാം, പെസഹായിലെ അപ്പം എടുത്ത് കർത്താവ് കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു എന്താ പറയുക, ഒരു സ്ഫോടനം. പെട്ടെന്ന് കർത്താവ് പറയുകയാണ്, ഈ കൂട്ടത്തിൽ ഒരാൾ എന്നെ വഞ്ചിക്കും, എന്നെ ചതിക്കും, എന്നെ ഒറ്റുകൊടുക്കും. കർത്താവ് എല്ലാം അറിഞ്ഞിട്ടാണ്. പക്ഷെ ഇതിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ആ ടേബിളിൽ വട്ടം ഇരുന്നിട്ട് അവർ ദുഃഖിക്കുകയാണ്. ലോകപ്രസിദ്ധമായ പെയിൻറ്റിങ്ങിലൊന്നാണ് ഈ അന്ത്യത്താഴം. പക്ഷെ എല്ലാവരുടെ മുഖം ദുഃഖിതമാണ്. അപ്പോൾ ഞാനോ അപ്പോൾ ഓരോരുത്തരും തങ്ങളിലേക്കൊന്ന് നോക്കാൻ ഇതൊരവസരമായി. ഒരിക്കലൊരു അധ്യാപകൻ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ പീരീഡ് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് പോയപ്പോൾ
ഈ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ മോതിരം ബാഗിനകത്ത് ഊരി വെച്ചിരുന്നു. അതാരോ മോഷ്ടിച്ചു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ എല്ലാവരും തങ്ങളുടെ ബാഗ് പരിശോധിക്കണം. ഞാനാ എടുത്തെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ശിക്ഷ കുറവുണ്ട്. ഇല്ലെങ്കിൽ സ്കൂൾ നേരിട്ട് ബാഗുകൾ പരിശോധിക്കും. നിങ്ങൾക്ക് ശിക്ഷ ഗുരുതരമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പേടി. എന്നറിയോ, എൻ്റെ ദൈവമേ, അറിയാതെ എൻ്റെ ബാഗിലെങ്ങാനും വരുമോ? അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. ഞാൻ അങ്ങനെയുള്ളൊരു കൂട്ടത്തിലൊരു കുട്ടിയായിരുന്നു ആ കാലത്ത്. സ്കൂളിൽ ആരെങ്കിലും എന്തെങ്കിലും ദൈവം എന്നെങ്ങാനും പിടിക്കൂ എന്താണെന്നറിയാൻ മേല. ചെറുപ്പത്തിൽ ഒത്തിരി വീട്ടിൽ പേടിപ്പിച്ച് ശാസിച്ച് വളർത്തിയ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഞങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കതിൻ്റെ ഭയം ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്കൂളിലെ കുട്ടികളെല്ലാം ബാഗ് സിബ് മാത്രമല്ല, ബാഗ് ഞുള്ളിക്കീറി പരിശോധിക്കുക. അപ്പം ഇനി ചതി ഉണ്ടാക്കാലത്ത് ഇന്നങ്ങനെ അത്ര ഇല്ലെന്ന് തോന്നുന്നു. അവൻ്റെ പെൻസിലെടുത്ത് ഇവൻ്റെ ബാഗിൽ വെക്കുക, വേറൊരുത്തൻ, എന്നിട്ട് ഇവനെ കള്ളനാക്കുക, എന്നിട്ട് ഇവൻ മാറി എഴുതിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള ചതികളുണ്ട്. അങ്ങനെയുള്ള ഇന്നിപ്പോൾ അങ്ങനെയുള്ള അത്രയൊന്നും ചീപ്പല്ല. ഇതിനേക്കാളൊക്കെ വലിയ കള്ളത്തരങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഈ മൊബൈലിൽ കൂടെ ചെയ്യാവുന്ന ഒത്തിരി പരിപാടി ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടികൾ ഇപ്പം നിർത്തിക്കളഞ്ഞു. ഞാൻ പറയാൻ വന്നത്, ഈ ടീച്ചറുടെ പ്രസ്താവനയാൽ മുഴുവൻ ബാഗും അവനവൻ പരിശോധിച്ചു. ഇതുപോലെ പെസഹായിൽ പങ്കെടുത്ത മുഴുവൻ പേരും തങ്ങളുടെ മനസ്സിനെ നൂലഴ കീറി പരിശോധിച്ചു. പിന്നത്തേതിൽ തിരുമേശയുടെ ശുശ്രൂഷ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അന്ന് 12 പേര് ശോധന ചെയ്തത്, ഞാൻ എൻ്റെ കർത്താവിനോട് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ, കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ, കർത്താവിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ പരിശോധിക്കുകയായിരുന്നു. അല്ലേ? ഒരുവൻ ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, എന്തായിരിക്കും ഇങ്ങനെ പറയാൻ കാര്യം? എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കർത്താവുമായിട്ടൊരു ഒരു എന്താ പറയുക, നിരപ്പ്, എന്തെങ്കിലും അകൽച്ച ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കാനൊരവസരം കർത്താവ് ഇവിടെ സൃഷ്ടിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ തിരുമേശ, കുർബാന എന്നൊക്കെ പറയുന്ന ശുശ്രൂഷയുണ്ടല്ലോ. നമ്മളെ ആ നിലയിലാണ് കാണേണ്ടത്. എൻ്റെ കുറവുകളെ കാണാൻ എന്നെ സഹായിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം തിരുമേശയിൽ പങ്കെടുക്കുവാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.